നമസ്കാരം. ഞാനിന്ന് 35 വർഷങ്ങൾക്കുമപ്പുറം, അതായത് 1989 വിവാഹിതരായ രണ്ടുപേരുടെ ഗ്രഹനിലയാണ്, ജാതകമാണ് എഴുതുന്നത്. 35 വർഷങ്ങൾക്കും ഇപ്പുറം എത്തി നിൽക്കുമ്പോൾ അവർ ജീവിച്ചിരിപ്പുണ്ടോ, അല്ലെങ്കിൽ എത്ര കാലം അവർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എങ്കിൽ പോലും, അങ്ങനെയാണെങ്കിൽ അവർ ഒരുമിച്ചാണോ? 35 വർഷത്തെ ജീവിതയാത്ര അവർക്ക് ഒരുമിച്ച് അനുഭവിക്കാനും സന്താനം വല്ലതും ഉണ്ടാക്കാനും പറ്റിയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ അതിനെന്ത് കാരണം, ഉണ്ടെങ്കിൽ അതിനെന്ത് കാരണം? നമുക്ക് ഗ്രഹനിലയിലേക്ക് പോകാം. 1960 ജനുവരി 24 തീയതി 9:23 AM ജനിച്ചതാണ് പുരുഷൻ. ലഗ്നം വന്നിരിക്കുന്നത് കുംഭത്തിൽ, ചന്ദ്രൻ 10-ൽ വൃശ്ചികം രാശിയിൽ, നീച രാശിയിലാണ് ചന്ദ്രൻ 10-ലാണെങ്കിലും. ധനുവിൽ ഗുരു, ശുക്രൻ, ശനി, കുജൻ. പക്ഷേ ഗുരുവും ശുക്രനും 10-ലേക്ക് മാറിക്കഴിഞ്ഞു. രവിയും ബുധനും 12. നമുക്ക് ഇവിടെ പൊരുത്താണ് നോക്കുന്നത്, മറ്റൊന്നും നോക്കണ്ട. അവരുടെ തൊഴിലെന്തായിരിക്കും, വിദ്യാഭ്യാസം എന്ത്, അതൊന്നും നമുക്ക് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. 7-ാം ഭാവമാണ് നോക്കുന്നത്. ഇവിടെ ലഗ്നം വന്നിരിക്കുന്നത് കുംഭത്തിൽ, 15/5/1968 11:40 PM ജനിച്ച സ്ത്രീ ജാതകം. കുംഭലഗ്നം, ശനി മീനത്തുണ്ട്, ശുക്രൻ മേടത്തുണ്ട്, രവിയും ബുധനും കുജനും ഇടവത്തിൽ ഉണ്ട്. പക്ഷേ രവിക്ക് ഭാവാൻ 4-ലേക്ക് മാറ്റം വന്നിരിക്കുന്നു. ഗുരു 8, ചന്ദ്രൻ 12. ഇതാണ് കാലാവസ്ഥ. അപ്പോൾ നമുക്ക് ഇവിടെ 7-ലേക്ക് ഒന്ന് ശ്രദ്ധ പതിപ്പിക്കാം. പുരുഷ ജാതകത്തിൽ 7-ാം ഭാവപതി എവിടെ എന്ന് അന്വേഷിക്കുമ്പോൾ വന്നു നിൽക്കുന്നു 12. രവിക്ക് രാശിയും അത്ര പന്തിയല്ല, 12 ഒട്ടും പന്തിയല്ല. നിപുണ യോഗം 12 ചെയ്തിരിക്കുന്നു. പക്ഷേ 12-ലാണ് 7-ാം ഭാവപതി. സ്ത്രീ ജാതകത്തിൽ നോക്കുമ്പോഴും 7-ാം ഭാവപതി 12-ൽ. അപ്പോൾ ഇവിടെ 7-ലേക്ക് വല്ല ശുഭബന്ധവും ഉണ്ടോ എന്ന് നോക്കാം. ഇല്ല. 7-ാം ഭാവം ശൂന്യം, 7-ാം ഭാവപതി 12. രണ്ടുപേരുടെയും ലഗ്നാധിപൻ ഒരാളാണ്, തൊട്ടടുത്ത ഫ്ലോട്ടുകളിലാണ്. അപ്പോൾ രണ്ടുപേർക്കും ലഗ്നാധിപൻ, പ്രത്യേകിച്ച് ശനി, 2.5 വർഷമൊക്കെ സഞ്ചരിച്ച് വരുന്ന ശനി രണ്ടുപേർക്കും വരുമ്പോൾ, കഷ്ടകാലം വരുമ്പോൾ ഒരുമിച്ച് ദീർഘകാലം നീണ്ടു നിൽക്കുകയും, അതുപോലെ തന്നെ നല്ല കാലം വരുമ്പോൾ അതും ദീർഘമായി നീണ്ടു നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേകത ശനിക്കുണ്ട്. അപ്പോൾ നമുക്ക് 7-ന് വല്ല പാപബന്ധവും ഇവരുടെ ഇതിലുണ്ടോ നോക്കാം. 7-ാം ഭാവപതിമാർ 12-ലായിപ്പോയി. സ്ത്രീ ജാതകത്തിൽ പാപബന്ധവുമില്ല, ശുഭബന്ധവുമില്ല. പക്ഷേ പുരുഷ ജാതകത്തിൽ ഈ കുംഭലഗ്നക്കാർക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് 2-ഉം 11-ഉം ഭാവപതി. 2-ഉം 11-ഉം ഭാവപതി ഗുരുവാണ്, അത്യധികം ശുഭനായ ഗുരുവാണ്. ഗുരു 11-ാം ഭാവപതി 11-ൽ ഇഷ്ടസ്ഥിതനായി നിൽക്കുന്ന രാശിയിൽ നിന്ന് 9-ലേക്കുള്ള ദൃഷ്ടി, ലഗ്നാൽ 7-ലേക്ക് ഉള്ള ദൃഷ്ടിയാണ് ഒരു ശുഭബന്ധമാണ്. പാപബന്ധം ഇല്ലയെന്താണ്. ലഗ്നാധിപനൊക്കെ 11-ലാണ് നിൽക്കുക. ഇനി മറ്റെന്തെങ്കിലും സംഗതി ഇവരിലുണ്ടാകുമോ? എന്തെങ്കിലും ഒരു രണി പൊരുത്തമെന്നും ഘടനാ പൊരുത്തമെന്നും പറയുന്ന ഒരു സംഗതി ഏതെങ്കിലും രീതിയിൽ
ഇതിൽ വർക്കൗട്ട് ആവുന്നുണ്ടോ? ഘടനാ പൊരുത്തം എന്ന് പറഞ്ഞാൽ 7ാം ഭാവപതി നിൽക്കുന്ന രാശിയിലോ ആ 7ാം ഭാവപതിയുടെ ഉച്ചരാശിയിലോ മറ്റേയാൾക്ക് ലഗ്നം മരണം എന്നുള്ളതാണ് ഏറ്റവും ശക്തമായ സംഗതി. ഇല്ല, സ്ത്രീ ജാതകത്തിൽ നിന്ന് ഇങ്ങോട്ടില്ല. എല്ലാവർക്കും പരസ്പരം ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. പക്ഷെ പുരുഷ ജാതകത്തിൽ നമുക്കൊന്ന് നോക്കാം. 7ാം ഭാവപതി രവി നിൽക്കുന്ന രാശിയിലോ രവിയുടെ ഉച്ചരാശിയിലോ മറ്റേയാൾക്ക് ലഗ്നം മരണം ഉണ്ടോ? ഉണ്ട്. അസാധ്യമായൊരു രണരണി ഭാവം ഇവിടെ കിടപ്പുണ്ട്. പുരുഷ ജാതകത്തിൽ 7ാം ഭാവപതി നിൽക്കുന്ന രാശിയിൽ സ്ത്രീ ജാതകത്തിൽ ലഗ്നം വന്നിരിക്കുന്നു, ഒന്നിലെങ്കിലും. ഈ ഒറ്റ കാരണം മതി ഇവർ ലാസവിലാസത്തോടെയും പ്രേമസുരഭിലതയോടും കൂടി ജീവിക്കാൻ. അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. 35 വർഷങ്ങളായി. 1000 പൊരുത്തങ്ങൾ എത്ര നോക്കിയാലും ചിലപ്പോൾ കിട്ടാത്ത കോമ്പിനേഷനാണ് ഈ രണരണി ഭാവം. 7ാം ഭാവപതി നിൽക്കുന്ന രാശിയിൽ മറ്റേയാളിന് ലഗ്നം വന്നിരിക്കും. തിരിച്ചതില്ല, അങ്ങനെയൊന്നും കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇനി ഞാൻ ഇത് പറഞ്ഞു വരുന്നത് അനുഭവ ജീവിതം വച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ പൊരുത്ത സംവിധാനത്തിൻ്റെ സംഗതി പിടികിട്ടും. ഇനി നമുക്ക് നോക്കേണ്ടത് 5ാം ഭാവം കൂടെ നോക്കാം. അഞ്ചിൽ പുരുഷ ജാതകത്തിൽ മാന്തി കയറി സ്ഥാനം പിടിച്ചിരിക്കുന്നു. മാന്തി അങ്ങ് മാച്ച് കളയുക. ശനി 5ാം ഭാവത്തിലേക്ക് സന്താനകാരകനായ ഗുരുവിൻ്റെ ദൃഷ്ടി. ആ ഗുരുവിൻ തന്നെയാണ് 7നെയും കണക്ട് ചെയ്യുന്നത്. 5ഉം 7ഉം കണക്ട് ചെയ്യുന്നുണ്ട്. 4 ഗ്രഹങ്ങളുടെ ദൃഷ്ടി, ശുക്രന്റെ അടക്കം, ചൊവ്വയുടെയും ഉണ്ട്. 5 ബലവത്താണ്. ലഗ്നാധിപൻ തന്നെ 5മായി ബന്ധപ്പെടുന്നു. ഇവിടെ കുജനും ശുക്രൻ 10ലാണ്. ആശ്രയ രാശ്യാധിപനോടൊപ്പം നിന്ന് 10ലാണ്. യോഗം ചെയ്യുന്നുണ്ട്. കുജനും ശുക്രനും 11ൽ നല്ലതുമാണ്. ലഗ്നാധിപനുമായി ബന്ധമുണ്ട്. പുരുഷജാതകത്തിൽ 5ാം ഭാവപതി ബുധൻ 12ലായി പോയി. 12 ഒരു വ്യയങ്ങളുടെ ഒക്കെ സ്ഥാനമാണ്. എന്നിരുന്നാലും ഗുണദോഷ സമ്മിശ്രിതമാണ്, ഏറെ ഗുണകരവുമാണ്. 5 2 3 4 കുഞ്ഞുങ്ങളൊക്കെ ഇദ്ദേഹത്തിനുണ്ടാകാം. ഇവിടത്തെ 5 നമ്മൾ 5ാം ഭാവത്തിൽ ഗ്രഹമുണ്ട്. കുജനും ബുധനും നിൽപ്പുണ്ട്. ഇവിടെ കുഴപ്പമില്ല. പക്ഷേ നമുക്ക് കുജനെയും ചന്ദ്രനെയും കൂടെ നോക്കണം. കുജന്റെ സ്ഥാനം കുഴപ്പമില്ല എങ്കിലും ചന്ദ്രൻ 12ലായി പോയി. ചന്ദ്രന് ബലമില്ല. അപ്പോൾ ചന്ദ്രന് ബലമില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ 12ലുമാണ്. ലേറ്റായി പോകാം, കുഞ്ഞുങ്ങളുണ്ടാകാൻ ലേറ്റായി പോകാം. എന്നാലും ചികിത്സിച്ചാൽ ഭേദമാകും. ഇവർക്ക് ആണും പെണ്ണുമായിട്ട് 2 മുതിർന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർ ഉന്നത വിദ്യാഭ്യാസവും കഴിഞ്ഞ് വിദേശ രാജ്യങ്ങളിലുമാണ്. അപ്പോൾ ചന്ദ്രൻ 12ലാണെങ്കിൽ പോലും ബ്രാഹ്മണ രാശി ആണ് 12. അല്ല, ക്ഷത്രിയ രാശി. ബ്രാഹ്മണ ഗ്രഹത്തിൻ്റെ രാശിയിലാണ്. ആ രാശ്യാധിപനായ ഗുരു 8ൽ നിന്നാണെങ്കിൽ പോലും ചന്ദ്രനെ ദൃഷ്ടി ചെയ്യുന്നു. ലഗ്നാധിപന്റെ ദൃഷ്ടിയും ചന്ദ്രനുണ്ടോ ഇവർക്ക്? അപ്പോൾ അതും ശുഭമായി. അപ്പോൾ ഇങ്ങനെ ഒരു ജാതകം നമുക്ക് കിട്ടുമ്പോൾ സാധാരണഗതിയിൽ ഇതിൽ വേറൊരു രസമുള്ളത്,
നമ്മൾ സാമ്പ്രദായിക രീതി അനുസരിച്ച് നക്ഷത്ര പൊരുത്തം, പാപസാമ്യം, ദശാസന്ധി പൊരുത്തം, സമദശാ പൊരുത്തം, ഇത് 4 നോക്കിയിട്ടാണ് പൊരുത്തം ഉണ്ടോ ഇല്ലയോ എന്ന് സാധാരണ തീരുമാനിക്കുന്നത്. എൻ്റെ അടുത്ത് പൊരുത്തം നോക്കാൻ വരുന്ന പല രണരണി പൊരുത്തമുള്ളതും ഘടനാ പൊരുത്തമുള്ളതുമായ ജാതകങ്ങളിൽ മറ്റ് സംവിധാനങ്ങളെല്ലാം തകരാറിലായിരിക്കും. 3 4 നക്ഷത്ര പൊരുത്തം ഉണ്ടാവും. ഇതെല്ലാം കുഴഞ്ഞു കിടക്കും. എന്നാലും ഞാനത് നോക്കാറില്ല. പക്ഷെ ഒരു കൗതുകത്തിലേക്ക് വേണ്ടി ഞാൻ ഈ ഗ്രഹനില ആ മട്ടിൽ നോക്കിയപ്പോൾ എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒറ്റ ദോഷം മാത്രമേ ഇവർ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. മധ്യമ രഞ്ജു ദോഷം. രഞ്ജു നക്ഷത്രങ്ങളാണ് അനിഴവും പൂരാടവും. മധ്യമ രഞ്ജു ഒഴിച്ച് 7 നക്ഷത്ര പൊരുത്തം. പാപസാമ്യം ഉത്തമമെന്ന് പറയുന്നു. ദശാസന്ധി എല്ലാം സർവത്ര ഉത്കൃഷ്ടമെന്ന് മാത്രമല്ല, ഭാരതീയ ജ്യോതിഷ പ്രകാരം ഈ വിവാഹം സാധ്യമാണ്, അനുയോജ്യമാണ് എന്നുകൂടെ പറഞ്ഞു വച്ചിരിക്കുന്നു. സാധാരണ രീതിയിൽ അങ്ങനെ സംഭവിക്കാറില്ല. അങ്ങനെ അത് ശരിയായി വരുമ്പോഴത്തേക്കും ഗ്രഹനില തമ്മിൽ നോക്കുമ്പോൾ അത് ശരിയാവില്ല. പക്ഷെ ഇത് രണ്ടും ശരിയായി വന്നിരിക്കുന്നു. പിന്നെ ഒരു 2 കൂടെ നമുക്ക് നോക്കണം കേട്ടോ. ഒരു പൊരുത്തം നോക്കുമ്പോൾ 10 നോക്കണം, എന്നാലും 2 നിർബന്ധം നോക്കണം. ഒരാണെങ്കിൽ ശുഭബന്ധം ഉണ്ടായിരിക്കണം. ഇവിടെ 2ലേക്ക് ചൊവ്വയുടെ ദൃഷ്ടി, 2ാം ഭാവപതി 11 ഉണ്ട്. ഒരു ചെറിയ പാപൻ്റെ ബന്ധം 2ൽ വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇയാൾക്കങ്ങനെ ഉണ്ടായിക്കൊള്ളണോ നിർബന്ധമല്ല. വാക്കുകൾക്ക് മൂർച്ച കൂടുക, ചിലപ്പോൾ സൗമ്യനായിരിക്കാം, ഇതൊരു സൂചനയാണ്. പക്ഷേ സ്ത്രീ ജാതകത്തിൽ 8ൽ ഗുരു നിൽക്കുമ്പോഴുള്ള ഒരു പ്രത്യേകതയുണ്ട്. 2ലേക്ക് ദൃഷ്ടി വരും. വാക്ക്, ധനം, വിദ്യ ഇവയുടെ സംഗതിയായ 2ലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ടാകും. വാക്കുകൾക്ക് ഒരു നിയന്ത്രണം ഉണ്ടാകും. നല്ലതുമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ അനുഭവ ജ്യോതിഷത്തിലെ ഈ ഗ്രഹനിലയെ പറ്റി എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇനിയും അനേകം അനുഭവ ജീവിതങ്ങളുടെ സംഗതികളുമായി ഞാൻ വരുന്നതാണ്. നന്ദി.